എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എരിഞ്ഞപ്ര റൂട്ടിലുള്ള പരിയാരം റൂട്ടിൽ, ചാലക്കുടി പരിയാരം റൂട്ടിലുള്ള പാറപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ജയൻചേട്ടൻ വീണ്ടും ഒറ്റയാൾ പോരാട്ടവുമായിട്ട് നിൽക്കുകയാണ്. പലപ്പോഴും ഈ ജയൻചേട്ടൻ്റെ ഈ സമരങ്ങൾ കാണുമ്പോൾ പലർക്കും ഒരു കോമഡി ആയിട്ട് തോന്നും. പക്ഷേ ഇതിലുള്ള സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ സമയത്ത് ഈ വെയിലും കൊണ്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല. വീട്ടിൽ നല്ല സുഖമായിട്ട് കുത്തിരിക്കാം, അല്ലേ? നല്ല AC ഉള്ള റൂമുകളുണ്ട്, വീട്ടിൽ സുഖമായിട്ട് കുത്തിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിന്ന് ഇവിടെ വന്ന് ഈ ബസ് സ്റ്റോപ്പിന് മുന്നിൽ ഇങ്ങനെ ഒരു കൊടിയും പിടിച്ച് നിൽക്കണ എൻ്റെ ഉദ്ദേശം, ഈ ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ആളുകൾക്ക് കയറി നിൽക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. ഇപ്പം ഇത്രയും വെയിലത്ത് ഈ ബസ് സ്റ്റോപ്പ് ഇവിടെ ഉണ്ടെങ്കിൽ ആളുകൾക്ക് കയറി നിൽക്കാൻ സാധിക്കും. ഇത് തകർന്നിട്ട് ആഴ്ചകളായി, യാതൊന്നും ഒരു ഇടപെടലും നടന്നിട്ടില്ല. തീർച്ചയായിട്ടും ഈ വിഷയത്തെ പറ്റിയിട്ടാണ് ജയൻചേട്ടൻ ഇന്ന് നമ്മളോട് പ്രതികരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ചെറിയ പ്രതിഷേധം ഇവിടെ ഈ പാറപ്പുറം ബസ് സ്റ്റോപ്പിന് മുന്നിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അതിനെപ്പറ്റി അദ്ദേഹത്തോട് ചോദിച്ചറിയാം. ഇവിടുത്തെ ജനങ്ങളുടെ ഏറ്റവും വലിയൊരു ആശ്രയമാണ് ഈ പാറപ്പുറം ബസ് സ്റ്റോപ്പ്. കാരണം വിദ്യാർത്ഥികളായാലും യാത്രക്കാരായാലും ജോലിക്കാരൊക്കെ ഈ ബസ് സ്റ്റോപ്പിനെ ആശ്രയിച്ചാണ് ഇവിടെ ഈ കയറി നിൽക്കുന്നത്. കാരണം പെരുമഴയായാലും അതുപോലെ വെയിലായാലും ഒക്കെ ജനങ്ങളുടെ ഒരു വലിയൊരു ആശ്രയമായിരുന്നു. അതായത് വർഷങ്ങൾക്ക് മുന്നുള്ള, അതായത് ഓർമ്മ വെച്ച കാലം മുതലുള്ള ഒരു ബസ് സ്റ്റോപ്പാണ് ഇത്. പാറപ്പുറം ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പ് തന്നെയാണ്. ഇതിന് ഒരു ദിവസം ചുരുങ്ങിയത് 1000-കണക്കിന് വ്യക്തികളെങ്കിലും ഇവിടെ വന്ന് ഈ ബസ് സ്റ്റോപ്പിൽ നിന്നിട്ടാണ് പോകുന്നതൊക്കെ. ഒരു 1.5 മാസം മുന്നാണ് ഈ ബസ് സ്റ്റോപ്പിന് അജ്ഞാതൊരു വാഹനം രാത്രി ഇടിച്ചതും അതിനെ തുടർന്ന് ഈ ബസ് സ്റ്റോപ്പിന്റെ മുകളിലെ എല്ലാ ഭാഗങ്ങളും അടർന്നു വീഴുകയും ഈ ഇരിക്കാനായിട്ടുള്ള സൗകര്യങ്ങളൊക്കെ തകർക്കുകയും ഒക്കെ ചെയ്തു. അതിനുശേഷം വാഹനമൊക്കെ കണ്ടെത്തി. പക്ഷേ അത് മറ്റൊരു വാഹനത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടി ചെയ്തൊരു കാര്യമായതുകൊണ്ട് നമ്മൾ അവരുടെ പേരിൽ കേസ് കൊടുക്കാനൊന്നും ഞാൻ തുനിയില്ല. പക്ഷേ ഇതിലെ പോകുന്ന ജനപ്രതിനിധികളുണ്ട്, നമ്മുടെ പ്രധാനപ്പെട്ട എല്ലാവരും, പേരെടുത്ത് പറയുന്നില്ല, ഈ കോടശ്ശേരി പഞ്ചായത്തിന്റെ കീഴിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ആയിക്കോട്ടെ, മെമ്പർമാരായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള ജനപ്രതിനിധികള് ദിനം പ്രതി ഇതിലെ പോകുന്നതാ. ഒരു ദിവസമെങ്കിലും ഒരു 5-6 വട്ടമെങ്കിലും ഇതിലെ പോകുന്നുണ്ട്. പക്ഷെ 1.5 മാസമായിട്ട് 2 മാസമായിട്ട് തകർന്നു കിടക്കുന്ന ഈ ബസ് സ്റ്റോപ്പിനെ ഒന്ന് പുനർനിർമ്മിക്കാനോ ജനങ്ങൾക്ക് അത് ഇരിക്കാനോ നിൽക്കാനോ ഒരു സൗകര്യപ്പെടുത്തി കൊടുക്കാത്തൊരവസ്ഥയിലാണ് ഈ പ്രതിഷേധം ഇന്നിവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്.